ഹലോ, നമുക്കിന്ന് ശില്പാരാമം കാണാൻ വേണ്ടിയിട്ട് പോയാലോ? ആക്ച്വലി ശില്പാരാമം പോകാമെന്ന് പറഞ്ഞപ്പം ഞാനിത് ഇങ്ങനെ ഒരു സ്ഥലമായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്തതേ ഇല്ല. ഇവിടെ കുറേ ആൻറ്റിക് പീസസ്, കുറേ ഡ്രസ്സസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഭയങ്കര പീസ് ആൻഡ് കാമായിട്ടൊരു സ്ഥലം. പക്ഷേ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടെങ്കിലും ഈ കുറേ സാധനങ്ങൾക്ക് കുറേ പൈസ കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. എല്ലാം കണ്ട് കെട്ടിങ്ങി പോന്നു. ഷേനെ കണ്ടോ? ഷേക്ക് ആത്മാർത്ഥമായിട്ട് ആ പീസ് വാങ്ങണം എന്നുണ്ടായിരുന്നു. പഴയ കാലത്തെ മറ്റേ ടെലിഫോൺ സാധനം. ഇതൊക്കെ വർക്കിംഗ് ആണെന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പുള്ളി വിചാരിച്ചു ഇപ്പോൾ വാങ്ങുമെന്ന്. എന്നൊക്കെ വിചാരിച്ച് പുള്ളിയുടെ റേറ്റൊക്കെ ചോദിച്ചപ്പം ഒരു 6000 അങ്ങനെ ആ ഒരു റേഞ്ചൊക്കെയാണ് പറഞ്ഞത്. വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പോകുന്നു. പിന്നെ ഞങ്ങൾ ബാക്കി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ട് നടക്കാൻ ഒരു പ്രത്യേക സുഖം. അങ്ങനെ വലിയ ഈ കടകളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ബഹളങ്ങളൊന്നുമില്ല. ഭയങ്കര കാമാണ് ഈ സ്ഥലം. കുറച്ച് നേരം നടന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ജ്യൂസൊക്കെ ആവാം. ഇത് ഒരു സൈഡിൽ കൂടെ തുടങ്ങിയാൽ ഏതൊക്കെ വഴിക്ക് പോകണമെന്ന് ചെറുതായിട്ട് കൺഫ്യൂഷൻ അപ്പോൾ അത്രയും വലിയൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വഴി കൂടെ എന്നൊക്കെ പറഞ്ഞ് നടന്നു വന്നപ്പോഴാണ് പറഞ്ഞത് ഇവിടെ എപ്പോഴും അരങ്ങേറ്റം കാണും. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകും. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നടന്നപ്പോഴാണ് ഇത് കണ്ടു. ഇത് നമ്മുടെ പണ്ടുള്ള ആൾക്കാർ എങ്ങനെ ജീവിച്ചു, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്, അങ്ങനത്തെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷേ ഇല്ലേ, ഇതിലാരെങ്കിലും ഒറിജിനലായിട്ട് പോയി ഒറിജിനൽ ഏതാ, ഇവരുണ്ടാക്കി വെച്ചേക്കുന്നത് ഏതാന്ന് ഭയങ്കര കൺഫ്യൂഷനായി പോകും. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഈ വീഡിയോയിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. അത് കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് സാധനമാണ്. ഞാൻ കുറേ നേരം അത് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. അത് കുറച്ചിടം മാത്രമല്ല, അവിടെ ഒരു കുറേ ഏരിയയിൽ അങ്ങനെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നത് 2 മുയലും കുട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം അവരെയും കണ്ട് ഞങ്ങൾ ഇങ്ങനെ മടങ്ങി. ചാച്ചാ.